ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. ഇത് 1 കിലോ ചിക്കൻക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാന് ശേഷം ഉള്ളിയിട്ട് വഴറ്റിയെടുക്കുകയാണ്, ഉപ്പിട്ടിട്ട്. ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ, ഏതുപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് കഴിഞ്ഞൊന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഈ സവാളക്ക് പകരം നമ്മൾ അത്രയും ചെറുള്ളി എടുത്താലും ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ സവാള എടുത്തിട്ടുള്ള, പിന്നെ കുറച്ച് ഷാലോട്ട്സും കൂടി എടുത്തിട്ടുണ്ട്, ചെറുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിപ്പോൾ മല്ലിപ്പൊടി ഇട്ടു, ഗരം മസാല ഇട്ടു, പെരിഞ്ജീരകപ്പൊടി ഇട്ടു കേട്ടോ. അതിൻ്റെ ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട്. അത് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ അത് മിക്സ് ആക്കുക നന്നായിട്ട്. നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം കൂടി അതിലോട്ട് ഒഴിക്കുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ച് ഇങ്ങനെ ആവണം. ഒരു തിള വരുമ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ വെള്ളം നമ്മൾക്ക് വറ്റി വരണം. അപ്പോൾ തന്നെ നമുക്കൊരു ക്രീമി പോലെ ആവും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, അത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വേവ് നോക്കണം കേട്ടോ. നമ്മുടെ കുക്കറിലൊന്നും അല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ വേവ് അനുസരിച്ചിട്ട് നമുക്ക് ഒന്ന് നോക്കാം. ഇതായിപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ ചിക്കന്. നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ വേണം. ഒരു 1/2 മുറി തേങ്ങയുടെ പാൽ നമുക്ക് വേണം കേട്ടോ. നല്ല കട്ടിയുള്ള പാലിന് വേണം. ആ പാൽ നമുക്ക് വല്ലാണ്ട് വെള്ളമാവാനും പാടില്ല. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ. ഇവിടെ ഉള്ളത് ഞാൻ ചകിരിയിട്ട് അരിത്തെടുത്താണ്. നിങ്ങൾ എന്തായാലും ഒരു 1/2 മുറിയിട്ട് തേങ്ങ എടുക്കുക കേട്ടോ, തേങ്ങാപ്പാൽ എടുക്കുക. എന്നിട്ടത് മിക്സ് ആക്കുക. ഒരു 1-2 മിനിറ്റ് നമ്മളൊന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് അതൊന്ന് യോജിപ്പിക്കുക. ഓക്കെ, നമ്മുടെ ചിക്കൻ വരട്ട് അങ്ങനെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കും.